പ്രിയപ്പെട്ട വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടിയേട്ടൻ, പ്രിയപ്പെട്ട MP ശ്രീ കെ രാധാകൃഷ്ണൻ, ഇതിൽ ഉപസ്ഥിതരായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പ്രധാന പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, ഇതിൽ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ, ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ടവർ, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. കേരളത്തിൻ്റെ കാർഷിക ഭൂപടത്തിൽ സവിശേഷമായ സ്ഥാനമുള്ള ചിറ്റൂർ മേഖലയുടെ സുസ്ഥിര വികസനത്തിന് ഒരു പുതിയ നാഴികക്കല്ല് കൂടി പിന്നിടുന്ന സുപ്രധാനപ്പെട്ട ഒരു ദിവസമായിട്ടാണ് ഇതിനെ കാണുന്നത്. മൂലക്കര വലതുകര കനാൽ രണ്ടാം ഘട്ട വികസനത്തിൻ്റെ ഭാഗമായി വരട്ടിയാർ മുതൽ വേളന്താവളം വരെയുള്ള ദീർഘിപ്പിക്കൽ പദ്ധതിയുടെ ഔദ്യോഗികമായ സ്ഥലമേറ്റെടുപ്പ് നടപടികൾക്ക് ഇന്ന് തുടക്കം കുറിക്കുക. പ്രിയപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടിയേട്ടനെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒരു പ്രതിഫലമാണ് വളരെ പെട്ടെന്ന് ഈ പദ്ധതി ഇത്തരത്തിൽ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ പാലക്കാട് ജില്ലയിലെ വടകരപ്പതി, അതോടൊപ്പം തന്നെ വടലപ്പതി ഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന ഈ പ്രദേശം ഒരു മഴനിഴൽ ഗ്രാമമായിട്ടാണ്, മേഖലയായിട്ടാണ് അറിയപ്പെടുന്നത്. സംസ്ഥാനത്തിൻ്റെ ശരാശരി മഴ ലഭ്യതയേക്കാൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം മഴ ലഭിക്കുന്ന ഈ മണ്ണിൽ പ്രതികൂല സാഹചര്യങ്ങളോടും ജലക്ഷാമത്തോടും പൊരുതിയാണ് കർഷകർ പൊന്നു വിളയിക്കുന്നത് എന്നുള്ളതിൽ ഇവിടുത്തെ കർഷകരെ എത്ര കണ്ട് അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. ഭൂഗർഭജലം പൂർണ്ണമായി ചൂഷണം ചെയ്യപ്പെടുന്ന ക്രിട്ടിക്കൽ മേഖലയായി ഈ മേഖല മാറിയിരിക്കുന്നു. ഈ പ്രദേശം അടയാളപ്പെട്ട ക്രിട്ടിക്കൽ മേഖല എന്ന് അടയാളപ്പെട്ടിട്ടുള്ള ഈ സാഹചര്യത്തിൽ ശാശ്വതമായും ജലസേചന സംവിധാനം ഉണ്ടാകേണ്ടത് അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. ആ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുകൂടിയായി നമുക്കിതിനെ കാണാൻ പറ്റും. ഇന്നത്തെ വിഭാഗങ്ങൾ താമസിക്കുന്ന ഭൂമിയെ ബാധിക്കാത്ത രീതിയിൽ മാനുഷികമായ പരിഗണനകൾ നൽകിക്കൊണ്ട് അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനായിട്ട് 8.2 കിലോമീറ്റർ നീളത്തിൽ ഏകദേശം 2088 സെന്റ് ഭൂമി ഏറ്റെടുക്കേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വെറുമൊരു കനാൽ നിർമ്മാണമാണ് ഇവിടെ നടക്കുന്നത്. CWCയുടെ കർശനമായ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ച് യാഥാർത്ഥ്യം പരമാവധി കുറയ്ക്കുന്ന രീതിയിലാണ് DPR തയ്യാറാക്കിയിട്ടുള്ളത്. 5850 ഹെക്ടർ ഭൂമി ആഴക്കെട്ടായ പ്രദേശത്ത് മൈക്രോ ഇറിഗേഷൻ പദ്ധതിയും നടപ്പിലാക്കാനായിട്ട് സാധിക്കും. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ, ജലവും വൈദ്യുതി 50% ലാഭിക്കാൻ സഹായിക്കുന്ന ഒരു നൂതന ഓട്ടോമാറ്റിക് സംവിധാനം ഇതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വരിക എന്നുള്ളതാണ് കാണേണ്ടതായിട്ടുള്ളത്. ഈ പ്രദേശത്തെ 80ഓളം പൊതുക്കുളങ്ങൾ നവീകരിച്ച് ജലം സംഭരിക്കുന്നതിലൂടെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താനും ഈ പദ്ധതി ഭാഗം ചെയ്യും. ഈ പദ്ധതി നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന പദ്ധതി തന്നെയാണ്. ജലക്ഷാമം രൂക്ഷമാകുന്ന ക്രിട്ടിക്കൽ മേഖലയിൽപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശത്തെ സെമി ക്രിട്ടിക്കലും അതിൽ നിന്നൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയത്തക്ക വിധത്തിലുള്ള വലിയ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി തന്നെ നടക്കും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കിടകൊടുക്കാൻ കഴിയും. വീട് ഭൂമി വിട്ടു നൽകുന്നവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിയമപരമായി പൊന്നും വിലയ്ക്ക് ലാൻഡ് അക്വിസിഷൻ നടപടികൾ സമയബന്ധിതമായി പരിശോധിക്കുവാനും പൂർത്തിയാക്കുവാനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാവുകയാണ്. ഈ നാടിൻ്റെ പച്ചപ്പും കർഷകരുടെ പുഞ്ചിരിക്കും വേണ്ടി എല്ലാ സ്ഥലങ്ങളിലും കർഷകരും ഉദ്യോഗസ്ഥരും ഒരേ മനസ്സോടെ സഹകരിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇറിഗേഷൻ, റവന്യൂ, ലാൻഡ് അക്വിസിഷൻ വകുപ്പുകളും KIDCDയും ഉദ്യോഗസ്ഥരുടെ കഠിനാധ്വാനത്തെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ബഹുമാനിയായ മന്ത്രി കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ നിസ്വാർത്ഥമായ സ്നേഹം പ്രവർത്തനം ഈ നാടിനോടുള്ള അങ്ങേയറ്റത്തെ അദ്ദേഹത്തിൻ്റെ സവിശേഷതയാർന്ന ഒരു സ്നേഹപ്രകടനം കൂടിയാണ് ഈ പദ്ധതി ഇന്ന് നമുക്ക് പൂർത്തീകരിച്ച സ്ഥലമേറ്റെടുപ്പ് പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ കഴിയുന്നത്. എല്ലാ തരത്തിലുള്ള ആശംസകൾ ഞാൻ കൃത്യമായി നേരുന്നു. ഒരിക്കൽ കൂടി നേരിട്ട് വരാൻ കഴിയില്ലെങ്കിലും വരണമെന്ന് അച്ഛൻ മേയർ ആവശ്യപ്പെട്ടെങ്കിലും ഇന്നത്തെ പ്രത്യേക സാഹചര്യം നിങ്ങൾക്കറിയാം. വളരെയേറെ തിരക്കുള്ള സമയമായിക്കൊണ്ടാണ് നേരിട്ട് വരാൻ കഴിയാതെ വന്നത്. എങ്കിലും ഒരാശംസ പറയാൻ നിങ്ങളോടൊപ്പമായിരിക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷവും നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട മന്ത്രി കൃഷ്ണൻകുട്ടിയേട്ടനെ അഭിനന്ദിക്കുന്നു. എൻ്റെ ഭാവുകൾ നേരട്ടെ. നന്ദി, നമസ്കാരം.